മഹിളാ കോൺഗ്രസ് നടത്തുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വരാപ്പുഴയിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വരാപ്പുഴയിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. വരാപ്പുഴയിൽ നിന്നും നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത ഈ സ്വീകരണ ചടങ്ങ് ഞായറാഴ്ച വൈകിട്ട് വരാപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ സാഹസ് കേരള യാത്ര സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോണി, ഒപ്പം ഈ സ്വീകരണ ചടങ്ങ് ഉജ്ജ്വലമാക്കാൻ പ്രയത്നിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ്, DCC സെക്രട്ടറി കൊച്ചുത്രേസ്യ ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റാണി മത്തായി, മഹിളാ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് സീന സജീവൻ എന്നിവർക്കും ഇവർക്ക് എല്ലാ പിന്തുണയും നൽകിയ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജു ചുള്ളിക്കാട്, UDF ചെയർമാൻ രാജേഷ് ചിയേടത്ത്, വരാപ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാജൻ ചാക്യാത്ത്, പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MS റെജി, വൈസ് പ്രസിഡന്റ് അനിൽ കുമാർ, KA ആന്റണി, DCC ജനറൽ സെക്രട്ടറി MT ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജനുവരി 5-ാം തീയതി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ഈ യാത്ര കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു യാത്രയാണ്. ഇതിപ്പോൾ 1033ാമത്തെ പഞ്ചായത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, 1032 പഞ്ചായത്തിൽ പോയിട്ടാണ് 33ാമത്തെ പഞ്ചായത്തിൽ അവരിവിടെ എത്തിയിരിക്കുന്നത്. ജെബി മേത്തരും സഹപ്രവർത്തകരും എവിടേക്കാണ് എത്തിയിരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയിലേക്ക്, വരാപ്പുഴയിലേക്ക്. ഞാൻ അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം, ഇതിനേക്കാൾ അറിയില്ല, ഞാൻ അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം വരാപ്പുഴയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇത് സ്ത്രീ ശാക്തീകരണത്തിനും അതുപോലെ ഈ സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരായി കേരളത്തിലെ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും ലഹരി മരുന്നിനെതിരായ സ്ത്രീകളുടെ പോരാട്ടം ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മളെ മുഴുവൻ ദുരിതത്തിലാക്കിയ ഒരു ഗവൺമെന്റിനെതിരായ സ്ത്രീകളുടെ പ്രതികരണമാണ്. എല്ലാ ദുരന്തങ്ങളുടെയും ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. ലഹരി മരുന്നിന്റെ ആസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് ഈ ഗവൺമെന്റ്. ഇവര് കേരളത്തെ മുഴുവൻ തകർത്തു, തരിപ്പണമാക്കി. അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുൻപന്തിയിൽ കേരളത്തിലെ സ്ത്രീകളാണ്. ആദ്യം നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനാണ്. പറവൂരിൽ നമുക്ക് ഇപ്രാവശ്യം 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒരുമിച്ച് ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് എവിടെയായിരിക്കും? കൂട്ടുപള്ളിക്കാരും പറവൂക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കറിയാം ഇവിടെ എനിക്ക് കൂടുതൽ വേണം. അത് കഴിഞ്ഞ് നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ 100-ലധികം സീറ്റുമായി ടീം UDF കേരളത്തിൽ അധികാരത്തിൽ. ഈ ദുർഭരണത്തിന്റെ അന്ത്യത്തിലേക്കും കേരളത്തെ രക്ഷിക്കാൻ UDF ഉണ്ടാവും. ആ വലിയ പോരാട്ടത്തിൽ, മഹായുദ്ധത്തിൽ മുന്നണിയിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. സ്ത്രീകളായിരിക്കണം. കേരളത്തിൽ ആദ്യമായി മഹിളാ ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പ് കൂടിയാക്കി നമ്മൾ ഇതിനെ മാറ്റും. സ്ത്രീകളുടെ പ്രതിഷേധത്തിന്റെ ജ്വാലയിൽ എരിഞ്ഞടങ്ങും ഈ ജനവിരുദ്ധ സർക്കാർ. ജെബി മേത്തരുടെ നേതൃത്വത്തിലുള്ള മഹിളാ സാഹസ് യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മഹിളാ ശക്തിയായി കേരളത്തിലെ മഹിളാ കോൺഗ്രസിനെ മാറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. ജെബി മേത്തരെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ ഈ മഹിളാ സാഹസ് യാത്രയുടെ എറണാകുളം ജില്ലയിലെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കേരളം ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്നുകൂടി പറഞ്ഞ് നമ്മൾ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഈ യാത്രയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത്
16 വാർഡുള്ളതിൽ 8 കോൺഗ്രസിനാണ്. ഇതിനേക്കാൾ വലിയ മുന്നേറ്റം തീർച്ചയായും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട്. എല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ വിജയം ഈ വരാപ്പുഴയ്ക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 2026 നിങ്ങൾ എഴുതി വെച്ചോളൂ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും UDFന്റെ സർക്കാരും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന, പാവപ്പെട്ടവന് ആശ്വാസം പകരുന്ന, മയക്കുമരുന്ന് മാഫിയയെ നിലക്ക് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും വരാൻ പോകുന്നത്. ആ ഒരു സ്വപ്നം നമുക്ക് ഒരുമിച്ച് കാണാം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നു